മലയിൻകീഴിൽ കുടിവെള്ളം കിട്ടാക്കനിയായതോടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ച് മലയിൻകീഴ് പഞ്ചായത്ത് അംഗങ്ങൾ. സർക്കാർ ഓഫീസുകൾ ഉൾപ്പെടെ മലയിൻകീഴ് പഞ്ചായത്ത് വെള്ളത്തിനായി നെട്ടോട്ടമോടുന്നതിനിടയിലാണ് മലയിൻകീഴ് പഞ്ചായത്ത് പ്രസിഡന്റ് വത്സലകുമാരിയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ കൂട്ടത്തോടെ നെയ്യാറ്റിൻകര വാട്ടർ അതോറിറ്റി ഓഫീസിൽ ഉപരോധ സമരം നടത്തിയത്. ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥതയിൽ അംഗങ്ങൾ ക്ഷുഭിതരായി. 18 ദിവസം കൊണ്ടാണ് ഒരു ഗ്രാമത്തിനകത്ത് വെള്ളമില്ലാതാക്കുക. വാട്ടർ അതോറിറ്റി എന്ന് പറയുന്നത് അവശ്യ സർവീസ് അല്ല. ആ ജനങ്ങളുടെ പ്രശ്നം ഇടപെടേണ്ടതല്ലേ. ഓണ ദിവസമായിട്ട് പോലും ഇല്ല. കിടപ്പ് രോഗികൾ, അവർക്ക് ആ കിടപ്പ് രോഗികൾക്ക് ഉള്ള സംവിധാനമില്ല. കോളിഫോം ബാക്ടീരിയയുടെ ഭാഗമായി വെള്ളം ഉപയോഗിക്കരുതെന്ന് പറഞ്ഞ കുടുംബങ്ങളുടെ എണ്ണം പ്രത്യേക കണക്കുണ്ട്. അവിടെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ വേണ്ടി ദിവസം തയ്യാറായിട്ടില്ല. എല്ലാ മാധ്യമങ്ങളിലും ഈ വാർത്ത വന്നു. സാറ് ചോദിക്കുന്നു, ഇപ്പോൾ ചോദിക്കുന്നത് പ്രസിഡന്റ് ചോദിച്ചതാണ്, പ്രശ്നമുള്ള സ്ഥലങ്ങൾ എവിടെയാണ്? ഇതാണ് ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ചുമതല. ഈ പ്രവർത്തനം നടന്നതിൻ്റെ ഭാഗമായി ആ മലയിൻകീഴ് ജംഗ്ഷനിൽ വെട്ടിക്കുഴിക്കൽ നടത്തി 1 വർഷമായി. ഒരു കുട്ടി മരണപ്പെട്ടു. വാട്ടർ അതോറിറ്റി അനാസ്ഥ കാരണം ഈ ഇവിടെ വെട്ടിക്കുഴിച്ചതിൻ്റെ ഭാഗമായി ഉണ്ടായ അപകടത്തിൽ ഒരു കുട്ടി മരണപ്പെട്ടു. ഒരു ചെറുപ്പക്കാരൻ ജീവച്ഛവമായി കിടക്കേണ്ടി. 2 സംഭവങ്ങൾ മലയിൽ ഉണ്ടായി. അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം വാട്ടർ അതോറിറ്റിയാണ്. മലയിൻകീഴ് പഞ്ചായത്തിൽ ജലജീവൻ്റെ ഭാഗമായി കണക്ഷൻ കൊടുത്തു എന്ന് പറയുന്നു. വെറും 40% വീടുകൾ കണക്ഷൻ കൊടുത്തു. തൊട്ടടുത്ത പഞ്ചായത്തിൽ 100% പൂർത്തിയാക്കി. മാറത്തല്ലൂർ, വിളവൂർക്കൽ എല്ലാം 100% പൂർത്തിയാക്കി. രണ്ടാം ഘട്ടം പൂർത്തിയാക്കിയ സ്ഥലങ്ങളിൽ പോലും എന്ത് ചെയ്തു? റോഡെല്ലാം വെട്ടിപ്പിടിച്ചിട്ടൊക്കെ പോവുകയാണ്. അവിടുത്തെ കോമ്പൻസേഷൻ നൽകിയിട്ടില്ല. ആ റോഡുകൾ പുനഃസ്ഥാപിച്ചിട്ടില്ല. 18 ദിവസം കൊണ്ട് വെള്ളമില്ല എന്ന് പറഞ്ഞപ്പോൾ അവസ്ഥ എന്താണ്? ജനങ്ങളല്ലേ, ആ ജനങ്ങളുടെ നിധിപ്പണം കൊണ്ടല്ലേ നിങ്ങൾ ശമ്പളം വാങ്ങുന്നത്. ആ ഉത്തരവാദിത്തം കാണിക്കണ്ടേ സാർ? ജനപ്രതിനിധിയെ ഞങ്ങൾ എന്ത് ചെയ്യണം? ഓരോ വാർഡിലും 1000, 2000 ജനങ്ങളുടെ പ്രതിനിധിയാണ് ഇവിടെ ഇരിക്കുന്നത്. എന്ത് ചെയ്യണം സാറ് പറയും? എന്ത് ചെയ്യണം? ജനങ്ങൾ തെരുവിലിറങ്ങിയിരിക്കുകയാണ്. അവിടെ മലയിൻകീഴ് പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് അടക്കമുള്ള ജനപ്രതിനിധികളാണ് ഇന്നിവിടെ വന്ന് പ്രതിഷേധിക്കുന്നത്. കാരണം കഴിഞ്ഞ 18 ദിവസമായി മലയിൻകീഴ് പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കുടിവെള്ളം രൂക്ഷമായ ഒരു കാരണത്താലാണ് ഇന്നിവിടെ വരണം. കാരണം പ്രത്യേകിച്ച് ഓണത്തിന് കിടരോഗികളുണ്ട്, കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്, മുതിർന്നവരുണ്ട്. അവരുടെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്നവർക്ക് കുടിവെള്ളം എത്തിക്കുന്നതിന് സാധിക്കാത്ത ഒരു ജലജീവൻ പദ്ധതിയാണ് ഈ വാട്ടർ അതോറിറ്റി നടപ്പിലാക്കിയിട്ടുള്ളത്. പക്ഷേ കുടിവെള്ളക്ഷാമം അതിരൂക്ഷമായതുകൊണ്ട് ഞങ്ങളെല്ലാവരും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നമ്മളിവിടെ പ്രതിഷേധിക്കാൻ വന്നിരിക്കുകയാണ്. അത് സാങ്കേതിക പ്രശ്നമൊന്നുമല്ല. കാരണം തുടർച്ചയായിട്ട് വെള്ളം കിട്ടിക്കൊണ്ടുന്ന പ്രദേശമാണ്, വെള്ളം കിട്ടാത്ത പ്രദേശമല്ല. അതുമാത്രമല്ല, ഈ വെള്ളം കിട്ടാതിരിക്കുന്ന പ്രദേശം മലയിൻകീഴ് പ്രധാനപ്പെട്ട ജംഗ്ഷനാണ്. വ്യാപാര സ്ഥാപനങ്ങൾ, അതോടൊപ്പം തന്നെ സ്കൂളുകൾ, സർക്കാർ ഓഫീസുകൾ അടങ്ങുന്ന പ്രദേശമാണ് മലയിൻകീഴ് ജംഗ്ഷൻ. ഈ സാങ്കേതികത്വം പറയുക എന്ന് പറഞ്ഞാൽ ഈ 18 ദിവസം തുടർച്ചയായി വെള്ളം കിട്ടാതിരിക്കുക എന്ന് പറഞ്ഞുള്ള അവസ്ഥ ഭയാനകമാണ്. ഒരുപക്ഷെ സ്കൂൾ ഉണ്ടായിരുന്ന അവസ്ഥ, വെക്കേഷൻ ആയതുകൊണ്ട് സ്കൂളില്ല. സ്കൂൾ ഉണ്ടായിരുന്നുവെങ്കിൽ സ്കൂളുകൾ തന്നെ അധ്യയനം തടസ്സപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുമായിരുന്നു. അത് ഗൗരവമുള്ള വിഷയമാണ്. കഴിഞ്ഞാൽ തുടർച്ചയായി മലയിൻകീഴ് ഗ്രാമപഞ്ചായത്ത് മേഖലയ്ക്കകത്ത് വന്നിട്ടുള്ള പ്രശ്നങ്ങൾ ചെറുതല്ല. വാട്ടർ അതോറിറ്റി വിഷയങ്ങൾ എൻ്റെ വാർഡിൽ തന്നെ ഒരു കിണറിൻ്റെ വെള്ളം കറുകരായി കൊണ്ട് പബ്ലിക് ലാബിൽ ടെസ്റ്റ് ചെയ്തപ്പോൾ കോളിഫോം ബാക്ടീരിയ 16,000-ൽ കൂടുതലാണ്. ഈ കിണർ ഉടൻ നിമത്തണമെന്ന് പറഞ്ഞാൽ ഞാൻ റിസൾട്ടുമായിട്ട് വന്ന് ഇവിടുത്തെ എയെ കണ്ട് സംസാരിച്ചിട്ട് ഉടൻ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഏകദേശം 6 മാസം വരെ ഇതുവരെ ആ കണക്ഷൻ കൊടുത്തിട്ടില്ല. കൃത്യസമയത്ത് നമുക്ക് അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നെയ്യാറ്റിൻകര AXC അവിടെ ഇടപെടുന്നില്ല എന്നുള്ളതാണ്. കാരണം ഈ ഒരു പ്രശ്നം ഉണ്ടായിട്ട് നമ്മളിവിടെ വന്ന് അറിയിച്ചിട്ട് പോലും ഇവർ അതിൽ ഇടപെടുകയോ അതിന് പരിഹാരം കാണുകയോ ചെയ്തിട്ടില്ല. മലയിൻകീഴ് ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ ധാരാളം ഗവൺമെൻറ് ഓഫീസുകളുണ്ട്, സ്കൂളുണ്ട്, പോലീസ് സ്റ്റേഷനുണ്ട്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് അവിടെ ഉയർന്ന മലകളും കുന്നുകളും ഒക്കെ ഉള്ള സ്ഥലവും അവിടെ ധാരാളം പേര് ജീവിക്കുകയും ചെയ്യുന്ന സ്ഥലമാണ്. അവർക്ക് പാറയൊക്കെ ഉള്ള സ്ഥലമാണ്. അവിടെ കിണറ് കുഴിയെടുക്കാൻ പോലും സാധിക്കാത്ത സ്ഥലമാണ്. പഞ്ചായത്തിന്റെ 3/4% ഭാഗത്ത് തിരുവോണം ഉൾപ്പെടെയുള്ള ആഘോഷ ദിവസങ്ങളിൽ പോലും വെള്ളമെത്താത്തത് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചു. പരാതി പറയാനായി ഫോൺ വിളിച്ചാൽ പോലും പ്രതികരിക്കാറില്ലെന്ന പരാതിയും ജനപ്രതിനിധികൾ ഉന്നയിച്ചു. 1 ദിവസത്തിനകം ജലവിതരണം തുടങ്ങുമെന്ന എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജയകുമാറിന്റെ രേഖാമൂലമുള്ള ഉറപ്പിന്മേൽ സമരം അവസാനിപ്പിച്ചു.